കൈതോലപ്പായയിൽ പണം കടത്തിയെന്ന ആരോപണം ഉന്നയിച്ച ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരന്റെ മൊഴിയെടുക്കാൻ പോലീസ്. നാളെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ശക്തിധരന് പോലീസ് നോട്ടീസ് നൽകി. വിനോദ്, നാളെ ഹാജരാകും എന്നുള്ളൊരു വിവരമുണ്ടോ? ജി ശക്തിധരനോട് നാളെ കന്റോൺമെന്റ് പോലീസിൽ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. നേരത്തെ DGPക്ക് ബെന്നി ബെഹന്നാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. പോലീസിന്റെ പ്രാഥമികമായ പരിശോധന FIR രജിസ്റ്റർ ചെയ്തില്ല. പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുത്ത ശേഷമായിരിക്കും തുടർ നടപടികൾ. അതായത് ഈ ആരോപണം ഉന്നയിച്ച ജി ശക്തിധരനിൽ നിന്നും പരാതിക്കാരനായ ബെന്നി ബെഹന്നാൻ MPയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ ശേഷം അതിൽ കഴമ്പുണ്ടെങ്കിൽ തുടർന്ന് കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള ആലോചനയാണ്. അവിടെ തന്നെയും ഇങ്ങനെ പോലീസ് കേസെടുക്കുമ്പോൾ ഇതൊരു സാമ്പത്തിക ഇടപാടാണ്. കൈതോലപ്പായിൽ പണം 2 കോടിയിലധികം രൂപ കെട്ടി CPMലെ പ്രധാന നേതാവ് കൊണ്ടുപോയി എന്ന ആരോപണം ഇത് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ഒരു ആവശ്യം ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്നു. ഈ പരാതി വന്നെങ്കിലും ആദ്യഘട്ടത്തിൽ കാര്യമായ നടപടി ഉണ്ടായില്ല. മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായില്ല. സർക്കാരിന്റെ താല്പര്യപ്രകാരം പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആരോപണം ബെന്നി ബെഹന്നാൻ ഉന്നയിക്കുകയും അദ്ദേഹം CBI അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ കന്റോൺമെന്റ് പോലീസിന് നൽകിയ പരാതിയിൽ നാളെ ഹാജരാകണമെന്ന് ഈ ആരോപണം ഉന്നയിച്ച ജി ശക്തിധരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കൂടുതൽ ആരോപണങ്ങളും ഉന്നയിച്ചു. ഒരു നേതാവിനെ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആരോപണങ്ങളാണ് ശക്തിധരന്റെ ഭാഗത്തു നിന്ന് വരുന്നതെന്നും മനസ്സിലാക്കുന്നു. നേരത്തെ 20 ലക്ഷം രൂപ ഇങ്ങനെ പൊതിയായി കൊണ്ടുപോയി, ആ കണക്കുകളില്ല, മറ്റ് ചില തുകകൾ കിട്ടിയതും പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയില്ല എന്ന നിലയ്ക്കൊക്കെയും CPMലെ ഏറ്റവും പ്രമുഖനായ നേതാവിനെ കേന്ദ്രീകരിച്ചുള്ള ആരോപണങ്ങളിലേക്ക് ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോയിരുന്നു. ഏതായിരുന്നാലും ഇതിൽ ആദ്യത്തെ ഈ 2.5 കോടി രൂപ കൈതോലയിൽ പണം കെട്ടിപ്പോയി എന്ന വെളിപ്പെടുത്തലും അതിന് അടിസ്ഥാനമായ ബെന്നി ബെഹന്നാന്റെ പരാതിയും, ഈ പരാതിയിലാണ് വെളിപ്പെടുത്തൽ നടത്തിയ ശക്തിധരനോട് ഹാജരാകണം അല്ലെങ്കിൽ മൊഴി നൽകാൻ എത്തണമെന്ന് കന്റോൺമെന്റ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം നാളെ എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വി വിനോദ് വിവരങ്ങൾ.